ലോകത്തിൽ വാഴപ്പഴത്തിൻ്റെ ഉൽപ്പാദനത്തിലും കയറ്റുമതിയിലും ഒന്നാമനാണ് ഇന്ത്യ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്നതും ഉപയോഗപ്പെടുന്നതുമായ പഴങ്ങളിൽ ഒന്നാണ് വാഴപ്പഴം. സാധാരണക്കാരൻ്റെ പഴമെന്നറിയപ്പെടുന്ന വാഴപ്പഴത്തിന് വിപുലമായൊരു വർണ്ണവൈവിധ്യവും രുചിവൈവിധ്യവുമുണ്ട്. സംസ്ഥാനത്ത് കൃഷി ചെയ്യപ്പെടുന്ന വാഴപ്പഴ ഇനങ്ങളിൽ നേന്ത്രൻ മുൻപന്തിയിൽ നിൽക്കുന്നു. വാഴയുടെ വിവിധ ഭാഗങ്ങളായ കൂമ്പ്, പിണ്ടി, പച്ചക്കായ, വാഴപ്പഴം, പച്ചക്കായത്തൊലി എന്നിവയിൽ നിന്നും വിപണന സാധ്യതയും സൂക്ഷിപ്പ് ഗുണവുമുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാവുന്നതാണ്. ഇതുവഴി കർഷകർക്ക് കൂടുതലുള്ള വാഴപ്പഴം ഉപയോഗശൂന്യമായി പോകുന്നത് ഒഴിവാക്കുവാനും വരുമാനം വർദ്ധിപ്പിക്കാനും സാധിക്കുന്നു. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വാഴ ഗവേഷണ കേന്ദ്രം വാഴയുടെ സമഗ്ര പഠനത്തിനും ഗവേഷണത്തിനും വിജ്ഞാന വ്യാപനത്തിനും വേണ്ടിയുള്ള സംസ്ഥാനത്തെ ഏക സ്ഥാപനമാണ്. മുതൽ ICAR AICRPയുടെ SCSP പദ്ധതി നടപ്പിലാക്കി വരുന്നത് കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിൽ കൊടുമൺ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിച്ചു വരുന്ന FPC ആയ കൊടുമൺ ഫാർമേഴ്സ് സൊസൈറ്റി മുഖേനയാണ്. അപ്പം കൊടുമൺ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് കഴിഞ്ഞാലുള്ളത് വാഴക്കൃഷിയാണ്. കണ്ണാറ ഗവേഷണ കേന്ദ്രവുമായിട്ട് ചേർന്നുകൊണ്ട് ഒരു വാല്യൂ അഡീഷൻ്റെ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുകയും 12ഓളം സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു വാല്യൂ അഡീഷൻ യൂണിറ്റ് കൊടുമൺ രുചീസ് എന്നുള്ള പേര് ഞങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. വളരെ നല്ല രീതിയിൽ ഏത്തവാടിയിൽ നിന്നുള്ള 10-12 ഉൽപ്പന്നങ്ങൾ കണ്ണാറ ഗവേഷണ കേന്ദ്രത്തിൻ്റെ സഹായത്തോടു കൂടി ഞങ്ങൾ പഠിക്കുക മാത്രമല്ല ആ സ്കില്ല് ലഭിച്ചു. ഇപ്പം ഞങ്ങളുടെ മസാല ചിപ്സ് ഇവിടെ വളരെ ഹിറ്റായ ഒരു പ്രോഡക്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ശർക്കര പുരട്ടി, പിന്നെ ഉപ്പേരി, വാഴപ്പിണ്ടി ജ്യൂസ്, കുക്കീസ്, കേക്ക്, ഇത്തരത്തിൽ ഒരു പിടി ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അതുവഴി ഞങ്ങളുടെ ഈ 12 സ്ത്രീകൾക്കും ഒരു വരുമാന മാർഗം ഉണ്ടാകുന്നതിനായിട്ട് സാധിച്ചു. 2 FPOയ്ക്ക് അവർക്ക് 12 മാസം പ്രവർത്തിക്കുന്നതിനായിട്ടുള്ള ഒരു സ്റ്റെപ്പും കൂടായിരുന്നു ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങും ഗവേഷണ കേന്ദ്രത്തിൻ്റെ പിന്തുണയോടുകൂടിയുള്ള ഞങ്ങളുടെ പ്രവർത്തനം. ഇപ്പോൾ ഏകദേശം 1.5 കോടി രൂപയോളം ടേൺ ഓവറുള്ളൊരു വലിയ FPO ആയിട്ട് മാറിയിട്ടുണ്ട്. ഞങ്ങളുടെ സ്ത്രീകളുടെ ഗ്രൂപ്പൊക്കെ ഇതിൻ്റെ ഫാർമർ ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളായിട്ട് പ്രവർത്തിക്കുന്നു. പിന്നെ കാലം മാറിയതനുസരിച്ചിട്ട് കുറേ മാറ്റങ്ങളും കൃഷി വകുപ്പിൻ്റെ സഹായമൊക്കെ ഞങ്ങൾക്ക് ലഭ്യമായി. അങ്ങനെ കേരള അഗ്രോ ബ്രാൻഡിൽ ഞങ്ങളിപ്പം നമ്മളുടെ ഈ ഏത്തവാഴയുടെ മുഴുവൻ ഉൽപ്പന്നങ്ങളും കൊടുമൺ റൈസിൻ്റെ മുഴുവൻ ഉൽപ്പന്നം ഏകദേശം 20ഓളം മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങൾ അങ്ങനെ തന്നെ ഞങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു വലിയ സേവനമാണ് കണ്ണാറ ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് കൃഷി ഓഫീസർ എന്നുള്ള നിലയിലും ഈ പഞ്ചായത്തിലെ SC വിഭാഗത്തിലുള്ള ജനങ്ങൾക്ക് ലഭിച്ചതെന്നുള്ളത് ഏറെ സന്തോഷത്തോടു കൂടി പോകും. കർഷക ഉൽപാദക കമ്പനി ചെറുകിട കർഷകരുടെ കാർഷിക ബിസിനസ് കൺസോർഷ്യവുമായി സഹകരിച്ച് 21/2/2022 രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിച്ചു വരുന്നു. നെല്ല്, വാഴപ്പഴം, കിഴങ്ങുകൾ, തേൻ എന്നിവയുടെ മൂല്യവർദ്ധനവിലാണ് കമ്പനി പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കണ്ണാറ വാഴ ഗവേഷണ സ്ഥാപനത്തിൽ നിന്നും പരിശീലനം ലഭിച്ച കൊടുമൺ രുചീസ് എന്ന SC കൂട്ടായ്മയിലെ അംഗങ്ങൾ വിളവെടുത്ത വാഴക്കുലകൾ സംഭരിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി ബ്രാൻഡ് ചെയ്ത് വിപണനം നടത്തിവരുന്നു. കാർഷിക വിഭവങ്ങളുടെ നാശനഷ്ടം കുറയ്ക്കുന്നതിനും അവയിൽ നിന്നുള്ള വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും സംസ്കരണവും മൂല്യവർദ്ധനവും വളരെ പ്രാധാന്യമർഹിക്കുന്ന പ്രവർത്തനങ്ങളാണ്. ഈ മേഖലയിൽ 2021 മുതൽ കൊടുമൺ രുചീസിന് പരിശീലനവും ധനസഹായ സംരംഭങ്ങളും നൽകി വരുന്ന സ്ഥാപനമാണ് കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രം. കണ്ണാറ കേന്ദ്രം വഴി ചെറുകിട ഇടത്തരം കർഷകർക്ക് അവരുടെ വിളവ് കൊടുമൺ രുചീസ് ഏറ്റെടുത്ത് വിവിധ ഉൽപ്പന്നങ്ങളാക്കുകയും ഭക്ഷണ സംസ്കരണത്തിനുതകുന്ന വിവിധ യന്ത്രങ്ങൾ പരിചയപ്പെടുകയും മൂല്യവർദ്ധിത ഉൽപ്പന്ന പരിശീലനം ലഭ്യമാക്കുകയും ഉൽപ്പന്ന വൈവിധ്യത്തെക്കുറിച്ചുള്ള അറിവ് പകരും ചെയ്യുന്ന സേവനങ്ങൾ ലഭ്യമായി. അടിസ്ഥാന സൗകര്യങ്ങളും പരിശീലനാനന്തരം ഈ സംരംഭത്തിന് കാർഷിക ഉപകരണങ്ങൾ,
ICAR SCSV പദ്ധതിയുടെ ധനസഹായത്തോടെ വാങ്ങി നൽകാനും സാധ്യമായി. വിവിധ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനാവശ്യമായ മിക്സി ഗ്രൈൻഡർ, ജ്യൂസർ, ഇലക്ട്രിക് ഓവൻ, പാർ ബോയിലർ എന്നിങ്ങനെയുള്ള ഉപകരണങ്ങൾ ലഭ്യമാക്കിയതിലൂടെ വാഴയുടെ വിവിധ ഭാഗങ്ങൾ ഉപയോഗിച്ച് നിരവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കി വിപണനം നടത്താൻ കൊടുമൺ രുചീസിന് സാധ്യമായി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന പഴവർഗ്ഗ വിളയാണ് നേന്ത്രവാഴ. വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ഇവയുടെ വിപണനം പ്രധാനമായും പഴത്തിൻ്റെ ഉപയോഗത്തിനാണ്. കൊടുമൺ രുചീസ് നേന്ത്രക്കായിൽ നിന്നും ചിപ്സ്, ശർക്കര ഉപ്പേരി തുടങ്ങിയവയാണ് പ്രധാനമായും തയ്യാറാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ. രുചിയിലും രൂപഭംഗിയിലും മുമ്പനായ കൊടുമൺ രുചീസിൻ്റെ കായ വറുത്ത് തയ്യാറാക്കുന്നതിനായി നേന്ത്രക്കായ തൊലി കളഞ്ഞ് നേരിട്ട് എണ്ണയിലേക്ക് അരിഞ്ഞിട്ട് നല്ലപോലെ ഇളക്കി മുരിഞ്ഞ് ഉറപ്പാകുമ്പോൾ പാകത്തിന് ഉപ്പുവെള്ളം ചേർത്ത് കോരിയെടുത്ത് കുട്ടയിലേക്കിടുന്നു. ദിവസം വരെ കേടുകൂടാതിരിക്കുന്ന ഈ ചിപ്സ് വെളിച്ചം തട്ടാതെ ടിന്നുകളിൽ നിറച്ചു സൂക്ഷിക്കുന്നു. 1 കിൻഡൽ നേന്ത്രക്കായ വറുത്താൽ 30 കിലോഗ്രാം വറുത്ത കായ ചിപ്സ് ലഭിക്കും. ശർക്കര ഉപ്പേരിയാണ് വാഴക്കായിൽ നിന്നും നിർമ്മിക്കുന്ന മറ്റൊരു മൂല്യവർദ്ധിത ഉൽപ്പന്നം. നേന്ത്രക്കായ നെടുകെ കീറി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത് തിളച്ച എണ്ണയിലിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുന്നു. പാകമായതിനു ശേഷം കോരിയെടുത്ത് തണുപ്പിച്ച് ശർക്കര, ജീരകപ്പൊടി, വറുത്ത ഇഞ്ചിപ്പൊടി, കുരുമുളക് പൊടി, ജാതിക്ക പൊടിച്ചത് എന്നിവ ചേർത്ത് യോജിപ്പിക്കുന്നു. ഇവയും 30 ദിവസം വരെ കേടുകൂടാതെ സൂക്ഷിക്കാം. 10 കിലോ നേന്ത്രക്കായിൽ നിന്നും ശർക്കര ഉപ്പേരിയാകുമ്പോൾ 15 കിലോ വരെ ലഭിക്കും. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നുള്ള നിലയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയ ആ സംരംഭവും അതിൻ്റെ പ്രവർത്തനങ്ങളുമാണ് ഇപ്പോഴും നമുക്ക് തുടർന്നു കൊണ്ടുപോകാൻ കഴിയുന്നത്. ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന നിലയിലും സംരംഭകരെ പുതിയതായി കൊണ്ടുവന്ന് അവർക്ക് മികച്ച പരിശീലനം നൽകി അവരെ സംരംഭകരായി മാറ്റിയെടുക്കുന്നതിനും എല്ലാം നമുക്ക് കഴിയും. അതിന് നമ്മുടെ ഈ സംവിധാനങ്ങൾ എത്തിയോ എന്നുള്ള നിലയിൽ നമ്മളും അതിനോടൊപ്പം തന്നെ ത്രിതല പഞ്ചായത്തുകളെയും കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട അവർ, അതേപോലെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മുടെ കുടുംബശ്രീ, ജില്ലാ മിഷൻ കൂട്ടിയോജിപ്പിച്ച് ഈ സംരംഭങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോകുന്നതിനും വിപുലപ്പെടുത്തുന്നതിനും കഴിയും. SCSV പദ്ധതി നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ അടൂർ ബ്ലോക്കിലേക്ക് പള്ളിക്കലുള്ള പെരിങ്ങനാട് എന്ന് പറഞ്ഞ ഒരു SC കോളനി ഉണ്ട്. ഈ പറഞ്ഞ രീതിയിൽ വാഴ കർഷകർക്ക് വേണ്ടിയിട്ട് ഈ കർഷകരെ കൂട്ടിക്കൊണ്ട് അവിടെ തൃശ്ശൂർ കൊണ്ടുപോയി അവർക്ക് ട്രെയിനിങ് കണ്ണാറ വാഴ ഗവേഷണത്തിന് കൊടുത്തിട്ട് അങ്ങനെയാണ് നമ്മൾ ഈ കൊടുമൺ രുചീസും മറ്റേ പറ്റിയവിടെ. ഒരു പ്രൈമറി പ്രൊഡക്ഷൻ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാതെ ഒരു സെക്കൻഡറി പ്രൊഡക്ഷൻ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം പറഞ്ഞാൽ വിപണി ഒരു പ്രധാന ഘടകമാണ്. നമുക്കിപ്പം ഏത് കർഷകനോട് എന്ത് സാധനം പറഞ്ഞാൽ അവർ ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് അതിൻ്റെ വില കിട്ടിക്കഴിഞ്ഞാൽ ചില ഘട്ടത്തിൽ വാഴ കൃഷിയുടെ തന്നെ വാഴക്കുല തന്നെ ഒരു
30 രൂപ 25 രൂപ 30 രൂപ അടുത്ത കാലത്ത് ഓണം കഴിഞ്ഞ് പോയ സീസണുണ്ട്. അപ്പം പല കർഷകരും നമ്മളെ വിളിച്ച് അതിൻ്റെ വിഷമതകൾ പറയാറുണ്ട്. കാരണം അത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ വില കിട്ടാതെ വരുന്നുണ്ട്. അപ്പം വിപണി അങ്ങനെയുള്ള അവസരത്തിലാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നം നമ്മൾ തിരിയേണ്ടത്. നമുക്കിപ്പോൾ എങ്ങനെയായാലും നമുക്ക് വാഴയുടെ വില കുറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ ചിപ്സിൻ്റെ വില ഒരിക്കലും കുറയുന്നില്ല. അപ്പം നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ മൂല്യം അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള വിപണി തളർച്ച ഉണ്ടാകുമ്പോഴത്തേക്കോ അതിൻ്റെ ഈ പറഞ്ഞ രീതിയിൽ സർപ്ലസ് പ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോഴത്തേക്കോ മൂല്യവർദ്ധനകളിലേക്ക് മാറ്റിയെങ്കിൽ കർഷകൻ്റെ വരുമാനം നമുക്ക് ഇരട്ടിയാകാൻ സാധിക്കും. ഇവിടെ നമുക്കറിയാം ഈ പറഞ്ഞ കൊടുമൺ ഫാർമേഴ്സ് പ്രൊഡ്യൂസിംഗ് കമ്പനിയുടെ കൊടുമൺ രുചീസ് എന്ന കർഷക കൂട്ടായ്മ ഈ പറഞ്ഞ വാഴയുടെ വിവിധ മൂല്യവർദ്ധന മുമ്പ് അവർക്ക് കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിലൂടെ കിട്ടിയ ടെക്നിക്കൽ നോളജും ഹവും മറ്റൊക്കെ വെച്ചിട്ട് അവർ വിവിധ ഉൽപ്പന്നങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ അത് ആ രീതിയിലൂടെ കുറച്ചെങ്കിലും അവർക്ക് ഈ പറഞ്ഞ വാഴ കർഷകരെ സഹായിക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ പ്രധാനമായും നമുക്കറിയാലോ കൊടുമൺ ഇവിടുത്തെ കർഷകരുടെ ഉൽപ്പന്നങ്ങളാണ് മെയിനായിട്ട് സംഭരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിനകത്ത്. കുല വെട്ടിയ ശേഷം നാം പാഴാക്കി കളയുന്ന വാഴപ്പിണ്ടി നല്ല ജ്യൂസിൻ്റെ കലവറയാണ്. വാഴപ്പിണ്ടിയിൽ നിന്നുമുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നമായ വാഴപ്പിണ്ടി ജ്യൂസ് കൊടുമൺ രുചീസ് തയ്യാറാക്കി വിപണനം നടത്തുന്നുണ്ട്. ഉണ്ണിപ്പിണ്ടി വട്ടത്തിലരിഞ്ഞ് നാരുകൾ നീക്കിയ ശേഷം ചതച്ചെടുത്ത് നീര് പിഴിഞ്ഞെടുക്കുന്നു. ഇതിലേക്ക് 1 ലിറ്ററിന് 4 ഗ്രാം എന്ന തോതിൽ സിട്രിക് ആസിഡും ചേർത്ത് 48 മണിക്കൂർ ഫ്രിഡ്ജിൽ കറ അടിയാൻ വയ്ക്കുന്നു. തെളിയൂറ്റിയെടുത്തതിൽ നിന്നും മധുരമുള്ള വാഴപ്പിണ്ടി ഇഞ്ചി ജ്യൂസ്, വാഴപ്പിണ്ടി ജ്യൂസ് സോഡ എന്നിവ തയ്യാറാക്കുന്നു. കൊടുമൺ രുചീസ് നേന്ത്രക്കായ ഉപയോഗിച്ച് ബനാന കേക്ക്, ബനാന കുക്കീസ് എന്നിവ ഉണ്ടാക്കി വിപണനം ചെയ്യുന്നുമുണ്ട്. സാധാരണയായി കേക്കിൽ ഉപയോഗിക്കുന്ന മൈദയ്ക്ക് പകരം കായപ്പൊടി പൂർണ്ണമായും ഉപയോഗപ്പെടുത്തി സ്വാദിഷ്ടമായ ഇത്തരം വിഭവങ്ങൾ തയ്യാറാക്കി നൽകുന്നതിൽ മികവ് തെളിയിച്ച ഈ സംരംഭം ആരോഗ്യരംഗത്ത് വഴികാട്ടിയായി പ്രവർത്തിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്നുമുണ്ട്. പഴം കേക്കിൻ്റെ പ്രധാന ചേരുവ പഴം പൾപ്പാണ്. കായപ്പൊടി, ബേക്കിംഗ് സോഡ, ഗ്രാമ്പൂ, കറുകപ്പട്ട, ജാതിപ്പരിപ്പ് എന്നിവ ചേർത്ത് അരിച്ചെടുത്തു വയ്ക്കുകയും ബട്ടർ മിൽക്ക്, പഞ്ചസാരപ്പാവ്, തൈര്, കാരമൽ എന്നിവ മിക്സ് ചെയ്തു വയ്ക്കുകയും ചെയ്യുന്നു. മുട്ട, പഞ്ചസാര പൊടിച്ചത്, സൺഫ്ലവർ, നെയ്യ്, ബട്ടർ എന്നിവ ചേർത്ത് നല്ലപോലെ അടിച്ചെടുത്ത കൂട്ടിലേക്ക് ഉപ്പ്, വാനില എന്നിവ ചേർത്ത് വയ്ക്കുന്നു. അതിനുശേഷം കായപ്പൊടി കുറേശ്ശെയായി ബട്ടർ മിൽക്ക് മിക്സ് ചേർത്ത് കട്ട പിടിക്കാതെ മിക്സ് ചെയ്ത് ഒടുവിൽ ബനാന പൾപ്പും അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ടൂട്ടി ഫ്രൂട്ടിയും ചേർത്ത് $170°C ചൂടായ ഓവനിൽ വെച്ച് 50 മിനിറ്റ് ബേക്ക് ചെയ്ത് പുറത്തെടുക്കുക. ബനാന കുക്കീസ് ഉണ്ടാക്കുന്നതിന് കായപ്പൊടി, കൊക്കോ പൊടി അല്ലെങ്കിൽ കാപ്പിപ്പൊടി, പാൽപ്പൊടി, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, കസ്റ്റർഡ് പൗഡർ എന്നിവ
ഒരു അരിപ്പയിലൂടെ പല പ്രാവശ്യം അരിച്ചു വയ്ക്കുന്നു. ഇതിലേക്ക് വെണ്ണയും പഞ്ചസാരയും നന്നായി മിക്സ് ചെയ്ത് ചേർക്കുന്നു. തുടർന്ന് ഈ മിശ്രിതത്തിലേക്ക് മുട്ടയുടെ വെള്ളയും പാലും നന്നായി ചേർത്ത് ഉപ്പും എസൻസും ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് കുഴമ്പ് പരുവത്തിലാക്കി ചെറുനെല്ലിക്ക വലുപ്പത്തിൽ ഉരുട്ടിയെടുത്ത് പരത്തി ബേക്കിംഗ് ട്രേയിൽ നിരത്തി ബേക്ക് ചെയ്തെടുക്കുന്നു. ഔഷധ ഗുണവും പോഷകമൂല്യവും വ്യാവസായിക പ്രാധാന്യവുമുള്ള ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കാവുന്ന വാഴ നമുക്കൊരു വരദാനമാണ്. വാഴയിൽ നിന്നുള്ള വൈവിധ്യമാർന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നതിൽ കൊടുമൺ രുചീസിലെ അംഗങ്ങൾക്ക് കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രം ഇന്നും പരിശീലനം നൽകി വരുന്നു. പത്തനംതിട്ടയിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന വാഴക്കുലകൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി ഇവിടെ നിർമ്മിക്കുന്ന ഈ സംരംഭത്തിലൂടെ നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നു. ഗുണമേന്മയുള്ള വാഴക്കായയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നതിനായി കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയ കൊടുമൺ രുചീസ് എന്ന ബ്രാൻഡ് വിപണിയിൽ പ്രിയപ്പെട്ടതായി ഇതിനോടകം മാറിയിട്ടുണ്ട്. ദേശത്തും സ്വദേശത്തും വിപണി കണ്ടെത്തുന്നതിനും വിപണിയിലെത്തിക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനും ഈ മേഖലയിൽ ധൈര്യപൂർവ്വം മുന്നോട്ടു പോകുവാനുള്ള പ്രത്യാശയും പ്രചോദനവും നൽകി സംരംഭം സ്ഥാപിക്കാൻ അവരെ പ്രാപ്തരാക്കുന്നതിനും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ICAR AICRP ഫ്രൂട്ട്സ് ലഭ്യമാക്കിയ ധനസഹായം കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രം SCSP പദ്ധതിയിലൂടെ നടപ്പാക്കിയതിനാൽ കൊടുമൺ രുചീസിൻ്റെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടാൻ സഹായകരമായി.